ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയിലെ കടന്നു വരുന്ന പലരും ഇന്ന് വന്നിട്ടില്ല. ജോലിയുടെ ഷിഫ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ വേഴ്സ് ബൈ വേഴ്സ് പഠിക്കുന്നതായതുകൊണ്ട് മീറ്റിങ്ങുകൾ മിസ് ചെയ്യാതെ നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ഫുൾ ഫ്രൂട്ട് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. മീറ്റിങ്ങുകളെ മുടങ്ങാതെ കടന്നു വരുവാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. നാം കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 8-ാം അധ്യായം 27 വരെയുള്ള വാക്യങ്ങൾ നിന്നാണ് ചിന്തിച്ച് നമ്മൾ അവസാനിപ്പിച്ചത്. തുടർന്ന് ഇന്നു മുതൽ അതിൻ്റെ 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, 39 വാക്യങ്ങളാണ് റോമാലേഖനം 8-ാം അധ്യായത്തിനുള്ളത്. 28 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. അതിനകത്ത് 28-ാമത്തെ വാക്യത്തിലെ ഒരു ഫ്രേസ് മാത്രമേ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിലുള്ളൂ. നമുക്ക് ആ 28, 29, 30 വാക്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് കേട്ടിട്ട് ചിന്തിച്ചു തുടങ്ങാം. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 5-ാമത്തെ അധ്യായം മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ പദവിയെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. അതാ 1-ാമത്തെ നമ്മുടെ പദവി. രക്ഷിക്കപ്പെട്ടവന് ദൈവത്തോട് സമാധാനമുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത ഏതൊരു വ്യക്തിയും ദൈവത്തോടുള്ള ശത്രുത്വത്തിലാണ്. രണ്ടാമത് 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ്. 2-ാമത്തെ നമ്മുടെ പദവി. കർത്താവുമായിട്ട് നാം അനുരൂപപ്പെടുന്നൊരവസ്ഥ, കഷ്ടതയിലും ഒപ്പം പുനരുത്ഥാനത്തിലും. ഹല്ലേലൂയ. 3-ാമത് 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, നാം ന്യായപ്രമാണത്തിൽ നിന്നൊഴിവുള്ളവരായി. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, നാം ന്യായപ്രമാണത്തിൽ നിന്നൊഴിവുള്ളവരായി. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആർക്കാ എൻ്റെ പ്രിയനെ? ക്രിസ്തുയേശുവിനാൽ കൃപയാൽ രക്ഷയിലേക്ക് കടന്നു വന്നവർക്കാ. അവരാ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തുള്ളവർ. 4-ാമത് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ള ജയകരമായ ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലൻ നമ്മളോട് വിവരിക്കുന്നു. ആദ്യത്തെ 17 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ള രക്ഷിക്കപ്പെട്ട ദൈവമകന്റെ ജയകരമായ ക്രിസ്തീയ ജീവിതം. ഈ വിഷയങ്ങളൊക്കെ വിവരിച്ചിട്ട് 8-ാം അധ്യായത്തിന്റെ 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മുടെ കഴിഞ്ഞ കാല നിത്യത തുടങ്ങി വരാൻ പോകുന്ന നിത്യത വരെയുള്ള കാര്യങ്ങളെയാണ് വിശദീകരിക്കുന്നത്.
28 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ട ദൈവമകന്റെ ജീവിതത്തിലെ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ട്രൂ ക്രിസ്ത്യന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാച്ചി കുറുക്കി ഈ ഏകദേശം 10-12 വാക്യങ്ങളിൽ അപ്പസ്തോലൻ വെച്ചിരിക്കുക. കഴിഞ്ഞ കാല നിത്യത മുതൽ വരാൻ പോകുന്ന നിത്യത വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുക. ദൈവത്തിന്റെ മുന്നറിവ്, the foreknowledge of God, ദൈവത്തിന്റെ മുൻ നിർണയം. ദൈവം എന്നെ മുൻ അറിഞ്ഞു, ദൈവം എന്നെ മുൻ നിർണയിച്ചു. the predestination of God. മാത്രമല്ല 31 മുതൽ 31 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ വേർപിരിപ്പാൻ കഴിയാത്ത ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുക. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മെ വേർപിരിക്കും? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ഹല്ലേലൂയ. ഇതായി 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രിയരെ, വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും ഈ ദിവസങ്ങളിലെ ഈ ഭാഗത്തു നിന്നുള്ള ചിന്ത നമുക്ക് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഭാഗമായി ഇനി വരാൻ പോകുന്ന പ്രത്യേകിച്ച് 28, 29, 30 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം നമുക്ക് വളരെ പതുക്കെ ആ ഭാഗം, ഒത്തിരി ഒന്നും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 8:23 നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. എന്താ രക്ഷിക്കപ്പെട്ട എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അത് 23 പറയുന്നുണ്ട്, ആത്മാവെന്ന ആദ്യ ദാനം എനിക്ക് ലഭിച്ചു, പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞാൻ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യാശയെ കുറിച്ചാണ് പറയുന്നത്. 24 വാക്യത്തിൽ പറയുക, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. അതാ മോൾ 23 പറഞ്ഞു. എന്തിനാ? ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം ക്രിസ്തുവിനോടൊത്ത് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നിത്യതയോളം വാഴുന്ന ആ പ്രത്യാശയല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻ ദിസ് ഹോപ്പ് വി ആർ സേവ്ഡ്. എന്താ ഹോപ്പ്? ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങി. ആത്മാവെന്ന ആദ്യദാനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുക. പക്ഷേ ശരീരം നോട്ട് അറ്റ്. ശരീരത്തിന്റെ രൂപാന്തരീകരണം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ ശരീരവും തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടും. അൺടിൽ ദെൻ ഒരു ഞരക്കമുണ്ട്. ഇതെന്റെ ഹോപ്പാ. ഒരു ദിവസം ഞാനും തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട് പ്രിയരെ. ആ പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമൊക്കെയാ, പക്ഷെ അതിന്റെ നടുവിലും പോൾ പറയുക, ഞങ്ങൾ ഞരങ്ങുന്നു, പക്ഷെ അതിന്റെ ഉള്ളിലും മറയാത്ത ഒരു പ്രത്യാശ ഞങ്ങളിലുണ്ട്. ബ്രദറെ, ഈ പ്രത്യാശ എന്ന് ബ്രദർ പറയുമ്പോ നാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഐ ഹോപ്പ് എന്ന ഹോപ്പാണോ? മാനുഷിക ഭാഷയിൽ ഹോപ്പിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഐ ഹോപ്പ് ടു ഗോ there tomorrow. May or may not. മാനുഷിക ഭാഷയിൽ ഹോപ്പ് എന്ന് വെച്ചാൽ, ഐ ഹോപ്പ് എന്ന് വെച്ചാൽ മേ ഓർ മേ നോട്ട്. സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാവുകയാണെങ്കിൽ, സാഹചര്യങ്ങളെല്ലാം ഒത്തുവരികയാണെങ്കിൽ
മേ, വന്നില്ലെങ്കിൽ മേ നോട്ട്. ഇതാ നമ്മൾ പറയുന്ന ഐ ഹോപ്പ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ. എന്നാൽ വേദപുസ്തകത്തിന്റെ പ്രത്യാശ അങ്ങനെയല്ല എൻ്റെ പ്രിയരെ. വേദപുസ്തകത്തിലെ ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളതിന് നമ്മുടെ എവരിഡേ ലാംഗ്വേജിൽ കാണുന്ന ആ ഒരു അർത്ഥവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഐ ഹോപ്പ് സോ എന്ന് പറയുന്ന പോലെ അല്ല ക്രിസ്ത്യൻ ഹോപ്പ്. ക്രിസ്ത്യൻ ഹോപ്പ് വളരെ ഉറപ്പുള്ളതാണ്. ക്രിസ്ത്യൻ ഹോപ്പ് ക്രിസ്തുവിൽ അധിഷ്ഠിതമായതാണ്. ഓക്കെ, അപ്പോസ്തലനായ അപ്പോസ്തലനെ ഇത്ര ഉറപ്പോടെ അങ്ങേക്ക് എങ്ങനെ ഇത് ഇത്ര ഉറപ്പോടെ പറയാൻ പറ്റുന്നേ? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോട് ചോദിക്കുകയാണെങ്കിൽ താൻ പറയും ഹല്ലേലൂയ. Paul will say, I am so convinced because of the steadfastness of the love of God. അതാ 31 പോലെ പറയുന്നത്. ദൈവസ്നേഹത്തിന്റെ ഉറപ്പ്, ദൈവസ്നേഹത്തിന്റെ ഉറപ്പ് മാറ്റമില്ലായ്മയാ പ്രിയരെ. എന്റെ പ്രത്യാശയുടെ ഉറപ്പ് ദൈവസ്നേഹത്തിന്റെ ഉറപ്പാ. ഹല്ലേലൂയ. അത് ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ സ്നേഹത്താലല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ക്രിസ്തു എന്നെ സ്നേഹിച്ചു, എന്നെ ദത്തെടുത്തു, മകനാക്കി. ഇപ്പോൾ ഞാൻ ആ ലഭിച്ച കൃപയിൽ നടക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്താലല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നിത്യതയിലേക്ക് കടക്കുന്നതും അവിടുത്തെ സ്നേഹവും അവിടുത്തെ കൃപയും കരുണയാലും ആ പ്രിയരെ. നാം ഒരിക്കലും മറന്നു പോകരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷ കൃപയാലാ, വിശുദ്ധ ജീവിതം കൃപയാലാ, നിത്യത കൃപയാലാ. ഹല്ലേലൂയ. എന്റെ പ്രത്യാശയുടെ ഉറപ്പ് ദൈവ സ്നേഹത്തിന്റെ ഉറപ്പാ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഉറപ്പിന്റെ അല്പമെങ്കിലും മധുരം ആസ്വദിക്കാൻ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടുള്ളവരാ. ദൈവ സ്നേഹത്തിന്റെ ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ കാര്യങ്ങളെ 3 വിധത്തിൽ 3 നിലകളിൽ ആവർത്തിച്ചു പറയുന്നത് 28 മുതൽ 39 വരെയുള്ള 12 വാക്യങ്ങൾ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണേ. പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം വേദപുസ്തകം വെളിപ്പെടുത്താത്തതായിട്ടൊന്നും എൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, the steadfastness of the love of God. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ 3 വ്യത്യസ്ത നിലകളിൽ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് മനസ്സിലാക്കി തരികയാ എൻ്റെ പ്രിയരെ ഈ 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ ഇവിടെ ഭയങ്കര രസകരമായ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിന് വളരെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോസ്തലൻ ഈ 12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ എൻ്റെ പ്രിയരെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ കൂട്ടായ്മ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ദൈവത്തിന്റെ ഈ വചനം നമുക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആഴമായ ചില ബോധ്യങ്ങൾ, ചില കൺവിക്ഷൻസാ പറയുന്നത്. തൻ്റെ മാത്രമല്ല, ആ വാക്യത്തിന്റെ അവസാനം നോക്കിക്കേ,
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതല്ല, എന്ന് നാം അറിയുന്നു. 2026 ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഈ വചനം വായിക്കുന്ന നമ്മളും അറിയുന്നു എന്ന നമ്മളെയും കൂടെ ചേർത്ത് അപ്പസ്തലൻ തന്റെ കൺവിക്ഷൻ, മാറ്റമില്ലാത്ത ആഴമുള്ള ബോധ്യങ്ങളെ, കൺവിക്ഷൻസ് താൻ പറയുകയാണ്. ഇത്ര ഉറപ്പോടെ പോള് പറയുന്ന ഈ ബോധ്യങ്ങൾ എന്താ ഇത്ര ഉറപ്പോടെ പറയുന്ന ഈ ബോധ്യങ്ങൾ? അതാ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളില് നിഷേധിപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ ഉറപ്പാണ് പറയുന്നതെങ്കിൽ, ഇവിടെ ദൈവത്തിന്റെ സേവിങ് പർപ്പസ് എന്താന്നാ പറയുന്നത്. ദൈവം ജാതീയനായ എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ഈ കൃപയിലേക്ക് കൊണ്ടുവന്നതിന്റെ ദൈവത്തിന്റെ പർപ്പസ് എന്ത് എന്ന് നമുക്ക് ആ 29-30 വാക്യങ്ങളിൽ കാണാം. 31 മുതലുള്ള വാക്യങ്ങളിൽ, 31 മുതൽ താഴോട്ട് നാം 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ആ ഭാഗവും നോക്കിയാൽ അറിയാം. ചില ഉത്തരങ്ങൾ, ചോദ്യങ്ങളിൽ തന്നെ ഉത്തരവുമുണ്ട്. നിങ്ങൾ ആ ഭാഗവും, നല്ല രസമാണ് ആ ഭാഗം ഒന്ന് ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ. ഉത്തരങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങൾ, അതിനകത്തു തന്നെ ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ആ ഭാഗത്തെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 28-ാമത്തെ വാക്യം തന്റെ കൺവിക്ഷൻസ് പറയുന്നു. 29-30 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സേവിങ് പർപ്പസിനെ കുറിച്ച് പറയുക. 31 മുതൽ ചില ഉത്തരങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിന്റെ 28-ാമത്തെ വാക്യം മാത്രം, അതിന്റെ ചില ഫ്രേസസ് മാത്രം ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, തന്റെ ഉറച്ച ബോധ്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വാക്യം പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് കോളങ്ങളിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. മോസ്റ്റ് യൂസ്ഡ് ആൻഡ് മിസ്യൂസ്ഡ് വേർഡ്സ് ആണിത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ എല്ലാം നന്മയ്ക്കായി, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം ദുരുപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. എൻ്റെ പ്രിയരെ, നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തു പഠിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ഇത് ദുരുപയോഗം ചെയ്യരുത്, ഉപയോഗിക്കരുത്. തെറ്റായി നമ്മൾ ഇതിൻ്റെ കൃത്യമായ വെളിപ്പാട് എന്തെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. അതിനാണല്ലോ നമ്മൾ ഇപ്രകാരം വചനം പഠിക്കുന്നത്. ഹല്ലേലൂയ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം ഏതാ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഈ വചനം അറിയുന്നതാ നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ടുതരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബന്ധനങ്ങളിലായിരിക്കും പ്രിയരെ. നമ്മൾ സ്വാതന്ത്ര്യത്തിലാണെന്ന് ഓർത്ത് നമ്മൾ ജീവിക്കും, പക്ഷേ ബന്ധനത്തിലായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എൻ്റെ വൈഫേഴ്സിൻ്റെ അവിടെയുള്ള ഒരു ദേവദാസിൻ്റെ മകൻ 38 വയസ്സാണ്ട് ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു, മരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ഇങ്ങനെ പടത്തിലൊക്കെ ഇങ്ങനെ വൈഫ് ഇങ്ങനെ അവൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമേ, നിത്യജീവനിലേക്കല്ല പോയെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നിത്യ നരകത്തിലായിരിക്കും. ഞാൻ ചിന്തിക്കുക, ഭയങ്കര എൻ്റെ ഒരു ചിന്താഗതിയാണ്, ഭയങ്കര ഇരുട്ടായിരിക്കും, എവിടെ നോക്കിയാലും സാത്താനും അവൻ്റെ ചിങ്കരന്മാരും മാത്രമേ കാണുള്ളൂ. ചിന്തിച്ചു നോക്കി, അവിടുന്ന് പിന്നെ ഒരു രക്ഷയുണ്ടോ എൻ്റെ പ്രിയരെ? നമ്മുടെ മൂക്കിലെ ശ്വാസം പോയി ക്രിസ്തുവേശുവിലല്ല നാം മരിക്കുന്നതെങ്കിൽ നമ്മൾ നേരെ പോകുന്നത്, ഞാൻ എങ്ങനെയാ നമുക്കതിനെക്കുറിച്ച് എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം. ദൈവമേ, ചുറ്റും ഇരുട്ടും സാത്താനും അവൻ്റെ കിങ്കരന്മാരും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വചനത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ അനുഭവിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു ഇതിന്റെ മലയാളത്തിലുള്ള ഓർഡറിലല്ല, ഇതിന്റെ ഇംഗ്ലീഷ് ഓർഡർ ഞാനൊന്ന് വായിക്കാം. കിങ് ജെയിംസ് വേർഷൻ ആണ്. And we know that all things work together for good to them that love God, to them who are called according to his purpose. മലയാളത്തില് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതിന്റെ ന്യൂ ഇന്റർനാഷണൽ വേർഷനും NIV-യും പിന്നെ ആംപ്ലിഫൈഡ് വേർഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒപ്പം നമ്മൾ ഈ 8-ാം അധ്യായവും മൊത്തം ബൈബിളിന്റെ ആ അന്തസത്ത ചേർത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വചനം നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. ഞാനൊരു അല്പം ഒന്ന് മാറ്റിയാ വായിക്കുന്നേ. എന്നാൽ നിങ്ങൾ ആ വേദപുസ്തകത്തോട്ട് നോക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന നമ്മുടെ വചനപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്പോടെ ഈസി ആയിട്ടത് മനസ്സിലാക്കാനായിട്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നമ്മൾ മറ്റു വേർഷൻസ് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് ഈ അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരല്പം അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്പം ക്ലാരിറ്റി ഉണ്ടാകും. ഞാനത് വ്യക്തമാക്കി നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. പൗലോസ് പറയുക, വി നോ, നാം അറിയുന്നു. 28-ാമത്തെ വാക്യത്തിൽ പോൾ പറയുക, ദൈവം സകലത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിയുള്ളവർക്ക് ദൈവം അവരുടെ ജീവിതത്തിൽ സകലത്തിലും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. ഞാനും ഇത് വായിക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും അറിയുന്നു. 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാൻ മേലാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. 22 നോക്കിയേ. 22-ാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയാം. 22-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 22-ൽ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു. 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. 26-ാം വാക്യത്തിൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. 22-ൽ അറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു. 26-ാം വാക്യത്തിൽ 8-ന്റെ 26-ാം വാക്യത്തിൽ അറിയാൻ മേലാത്ത കാര്യത്തെ. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുമുണ്ട്. എന്നാൽ 28-ാമത്തെ വാക്യത്തിൽ വളരെ ഉറപ്പോടെ, വളരെ കൃത്യത്തോടെ, വ്യക്തതയോടെ നമുക്കെല്ലാവർക്കും അറിയാം എന്നാ പോൾ പറയുന്നത്. 28-ാം വാക്യത്തിൽ ദൈവം സകലത്തിലും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പോൾ പറയുക. ഹല്ലേലൂയ. എന്താ അറിയുന്നേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. എൻ്റെ പ്രിയരെ, ഇത് വായിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ജീവനായി വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ നമ്മളൊന്നൊന്ന് വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വചനം ജീവനാകുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, ഉറപ്പോടെ ചങ്കത്ത് കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും, എന്നെ ഒരുപാട് ജീവിതത്തിൽ സമാധാനം തന്നിട്ടുള്ള ഒരു വചനമായത്. എന്നോട് ദൈവം വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ള ഒരു വചനമായത്. ഹല്ലേലൂയ.
എന്റെ ജീവിതത്തിൽ എനിക്കുറപ്പാ ഞാൻ ദൈവമകനാ. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലെല്ലാം ദൈവത്തിന്റെ കൈയുണ്ട്. ദൈവം നന്മയ്ക്കായിട്ടാ. അങ്ങനെയാണെ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടേണ്ട? അങ്ങനെയാണെ പിന്നെ ഞാൻ എന്തിനാ വേദനിക്കുന്നേ? ഭയവും വേദനയും ചങ്കിടിപ്പും ആ ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ ഉലച്ചിലില്ലാത്തവർ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ്. അത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു ചിന്തയാണ്. അതിന്റെ ആ വാക്യത്തിന്റെ അവസാന ഭാഗം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് അല്പോടെ വ്യക്തമാക്കി മനസ്സിലാകാനാണ് ഞാൻ പറഞ്ഞത്. സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോ ഈ മലയാളത്തിലെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം സകല കാര്യങ്ങളും തനിയെ ഓരോന്നോരോന്നായിട്ട് തനിയെ നന്മയ്ക്കായി കൂടിച്ചേരുകയല്ലേ ബ്രദറെ, കൂടി വ്യാപരിക്കുന്നു എന്ന വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നാം അത് ഓരോ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ വന്ന് കൂടി ചേരുന്നതല്ലേ. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇൻ ഓൾ തിങ് ഗോഡ് വർക്ക്സ്. അത് നമ്മൾ വ്യക്തമായിട്ട് നിന്ന് മനസ്സിലാക്കിയിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ആ അവസാന ഭാഗം ആ വാക്യത്തിന്റെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാനത് മാറ്റി ഇങ്ങനെയാ പറഞ്ഞത്, സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. 1, സകലത്തിലും. 2, ദൈവം പ്രവർത്തിക്കുന്നു. 3, നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 1 സകലത്തിലും, 2 ദൈവം പ്രവർത്തിക്കുന്നു, 3 നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നമ്മൾ അതിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നു സകലത്തിലും. സകലത്തിലും ദൈവമാ പ്രവർത്തിക്കുന്ന. എന്റെ പ്രിയരെ, സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആദ്യം തന്നെ മനസ്സിലാക്കണം ദൈവത്തിന്റെ സർവാധികാരം. The sovereign power of God, the sovereignty of God. എന്റെ പ്രിയരെ, ദൈവം, നമ്മുടെ യഹോവയായ ദൈവം സകലത്തിന്റെയും സർവാധികാരിയാണ്. ഹല്ലേലൂയ. സകലത്തിന്റെയും സർവാധിപതിയാ ദൈവം. ദൈവമാ പരമാധികാരി. ദൈവത്തിന്റെ അറിവില്ലാതെ ഒരു ഇല പോലും ഈ ഭൂമിയിൽ, ഈ സൃഷ്ടിയിൽ അനങ്ങുന്നില്ല. അതുകൊണ്ട് പോൾ വളരെ ഉറപ്പോടെ പറയുന്നത്, പോൾ says we know what. എന്താ പോളിന് അറിയാവുന്നേ? പോൾ പറയും, God works, dear brethren. God is above all. God is over all. God works in all things. ക്ലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. God works in all things. ഇന്ന് രാത്രിയിൽ ഈ ഒരു കാര്യം ഉള്ളിൽ കയറണം പ്രിയരെ.
ദൈവമാ പ്രവർത്തിക്കുന്നത്. സകലത്തിലും എന്ന് ഞാൻ പറയുമ്പോ ഉണ്ടല്ലോ, ഈ 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കണ്ട നമ്മുടെ കഷ്ടതയിലും, 23-ാം വാക്യത്തിൽ നാം കണ്ട ഞരക്കത്തിന്റെ അവസ്ഥയിലും, ഇതെല്ലാം കൂടെ ചേർത്ത പോൾ പറയുന്നേ, സകലത്തിലും ദൈവമാ പ്രവർത്തിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാ ബ്രദറെ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഗാഡ് വർക്ക്സ് ഇൻ ഓൾ ഗുഡ് തിങ്സ് ആസ് വെൽ ആസ് ഇൻ ബാഡ് തിങ്സ്. നല്ലതെന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നതും തിന്മയെന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നതും ആയ കാര്യങ്ങൾ എല്ലാത്തിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നന്മയുടെയും തിന്മയുടെയും ഉടയവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം തിന്മ ക്രിയേറ്റ് ചെയ്തു എന്നല്ല, ഉണ്ടാക്കി തിന്മ ചെയ്യുന്നു എന്നുള്ളതിലല്ല, അന്നർത്ഥത്തിലല്ല. എല്ലാത്തിൻ്റെയും സർവാധികാരിയാ ദൈവം, പരമാധികാരിയാ ദൈവം. അവൻ മാത്രമേ ഉള്ളൂ പരമാധികാരി. കാരണം ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയോ? നാം പലപ്പോഴും ചിന്തിക്കുന്നേ, നല്ല കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു, എന്നാൽ ദോഷമായിട്ട് വരുന്നതെല്ലാം പിശാച, അല്ലെ ദുഷ്ട മനുഷ്യരോ നമുക്കെതിരെ. തീർച്ചയായിട്ടും കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വാക്യങ്ങളെ കൃത്യതയോടെ ശ്രദ്ധയോടെ കേൾക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഷുവർ, പിശാച നമുക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിശാച് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യനെ നമുക്കെതിരെ ഉപയോഗിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്യത്തെ കൃത്യതയോടെ കേട്ടോണം. പിശാച് നേരിട്ടോ മനുഷ്യരിൽ കൂടിയോ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവം, സർവാധികാരിയായ അവിടുന്ന്, പരമാധികാരിയായ സർവശക്തനായ ദൈവം, അവിടുന്ന് അനുവദിക്കുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന നിലയിൽ മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. പിശാച ചെയ്യുന്നത്, പിശാച് നേരിട്ട്, പിശാച് മനുഷ്യരിലൂടെ നമുക്കെതിരെ ചെയ്യും, പ്രവർത്തിക്കും. പക്ഷെ അതുപോലും ദൈവം, പരമാധികാരിയായ സർവാധികാരിയായ ദൈവം അനുവദിക്കുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന നിലയിൽ മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. അല്ല എങ്കിൽ ദൈവം സോവറിൻ ആകത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇഫ് നോട്ട്, ഗാഡ് ഈസ് നോട്ട് സോവറിൻ. ഹല്ലേലൂയ. അല്ല എങ്കിൽ ദൈവം സോവറിൻ ആവില്ല. ദൈവം അറിയാത്ത, ദൈവത്തിന്റെ അറിവില്ലാത്തതായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പിശാച് പോലും, ഹല്ലേലൂയ, ദൈവം അനുവദിക്കുന്നതേ ഉള്ളൂ. thus far not further. ഞാൻ അത് വ്യക്തമാക്കാം പ്രിയരെ, വ്യക്തമാക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസേ, അങ്ങേക്ക് ഇത്ര വ്യക്തമായിട്ട് ഉറപ്പോടെ എങ്ങനെ പറയാൻ സാധിക്കും? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് 2 ഇല്ലുസ്ട്രേഷൻ, നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് 1 ഇല്ലുസ്ട്രേഷൻ കാണാം. ഇത് 3 പറയാനുള്ള സമയം നമ്മുടെ മുൻപിൽ നിന്നില്ല. നമുക്ക് എത്രത്തോളം നമുക്ക് തീർക്കാവോ അത്രത്തോളം തീർക്കാം. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം, നമ്മൾ അവിടെ യോസേഫിനെ കാണുകയാണ്. 45-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാവുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. എന്നിട്ട് അതിന്റെ 8-ാം വാക്യത്തിലേക്ക്, ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ഹല്ലേലൂയ. യോസേഫ് പറയുന്നത് കേട്ടോ,
യോസേഫ് പറയാ, നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ശരിക്കും വാസ്തവത്തിൽ യോസേഫിനെ അങ്ങോട്ട് വിട്ടത് ആരാ? കഥയൊക്കെ നമുക്കറിയാലോ. യോസേഫിനെ ആരാ പിന്നെ വ്യവസായികൾക്ക് വിറ്റത്, ബിസിനസ്സുകാർക്ക് വിറ്റത്? അവന്റെ സഹോദരങ്ങളല്ലേ. യോസേഫിനെ ആരാ ഒട്ടകയറ്റി എടുത്തിട്ടത്? യോസേഫിനെ ആരാ പണ്ട് ജയിലിലാക്കിയത്? പക്ഷെ യോസേഫ് പറയുകയാ, ഇതൊന്നും നിങ്ങളല്ല, അല്ല മനുഷ്യരല്ല, ദൈവമാണെന്ന്. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ അറിവോ, ദൈവത്തിന്റെ അനുവാദമോ, മുൻ നിർണയമോ, ദൈവത്തിന്റെ രൂപകൽപ്പനയോ ഇല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഇത് നമ്മുടെ ഉള്ളങ്ങളിൽ അങ്ങോട്ട് രജിസ്റ്റേർഡ് ആവണം. ഹല്ലേലൂയ. ഞാനിവിടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, കാരണം നിങ്ങൾക്ക് അതിന് കൗണ്ടർ പറയാനായിട്ടൊരു കാര്യം കാണും. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19-20 വാക്യങ്ങൾ. 19-20 വാക്യങ്ങൾ. 50-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19-20. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. എന്റെ ബ്രദറെ, ഇവിടെ ദൈവം യോസേഫിന്റെ ജീവിതത്തിൽ ഈ സഹോദരങ്ങൾ ചില തിന്മകളൊക്കെ ചെയ്തു. പിന്നീട് ദൈവം അതിനെ അങ്ങ് നന്മയാക്കി മാറ്റുകയായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ തോന്നാം, ഈ വാക്യം വായിക്കുമ്പോ അത് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. സംഭവിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങൾ തെറ്റങ്ങ് എന്നാ ചെയ്യാനോ, അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി, തെറ്റിപ്പോയി. പിന്നെ ദൈവം അതിനെ അങ്ങോട്ട് ശരിയാക്കി. എന്റെ പ്രിയരെ, സംഭവിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങളെ പിന്നീട് ദൈവം ഉപയോഗിച്ച് അതിനെ നന്മയാക്കി മാറ്റുകയല്ല. ഇതും കൃത്യതയോടെ മനസ്സിലാക്കിയിരിക്കണം. മറിച്ച് ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്യുകയാണെന്ന് ഞാൻ പറയും. എന്നാ ചെയ്യാനാ? ചില ദോഷമൊക്കെ പറ്റി, പിന്നെ ദൈവം ആ ദോഷത്തേക്ക് എടുത്ത ഗുണമാക്കി. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. ഹല്ലേലൂയ. കാരണം ഞാൻ ഈ പറഞ്ഞ വാക്യം 50-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവം നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് രക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കാരണം വചനം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വന്നേ. സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ 105-ാമത്തെ സങ്കീർത്തനം, 105-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വാക്യം, അവിടെ നാം കാണുന്ന ഈ യോസേഫിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ, അവൻ ദേശത്ത് ക്ഷാമം വരുത്തി. ആരാ വരുത്തിയേ? ദൈവം ദേശത്ത് ക്ഷാമം വരുത്തി. ദൈവം അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. ആരാ ഒടിച്ചു കളഞ്ഞേ? ബ്രദറെ, ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ പറ്റും? ക്ഷാമമൊക്കെ ക്ഷാമം ഒരു ഈവിളല്ലേ, എങ്ങനെ പറയാൻ പറ്റും? ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയെ, അവൻ ദേശത്ത് ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്യുകയാ. ദൈവത്തിന്റെ അറിവിനപ്പുറത്തായിട്ട് ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. എന്തിനാ ദൈവം അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇന്ന് സമയമില്ല.
തുടർന്നുള്ള ആഴ്ചകൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കും അതിനെക്കുറിച്ച്. കാരണം ഇന്ന് ഈ 2026 ഈ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് പല തിയറികളുണ്ട്, പല പഠിപ്പീരുകളുണ്ട്. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. വൈ? ബിക്കോസ് വൈ ഗോഡ് ലൈക്ക് ദിസ്? വി ഹാവ് മെനി ക്വസ്റ്റ്യൻസ്. വൈ? ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വചനത്തിന്റെ അടിസ്ഥാനമില്ലാത്ത ശുശ്രൂഷകന്മാര് എന്താ വചനം പഠിപ്പിക്കുന്നത്? സങ്കീർത്തനം 66 സങ്കീർത്തനത്തിലേക്ക് വന്നാൽ, സങ്കീർത്തനം 66 അതിന്റെ 10 വാക്യം, 66 ആദ്യം വായിക്കുമ്പോൾ, സർവഭൂമിയുമായുള്ളവേ ദൈവത്തെ ഘോഷിക്കുവിൻ, അവന്റെ നാമത്തെ കീർത്തിക്കുവിൻ എന്നൊക്കെ പറയുക. എന്ത് പറയുക? നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം. യഹോവയുടെ പ്രവർത്തികളെ കുറിച്ച് പറയുക. നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം, അവന്റെ പ്രവർത്തികളെ നോക്കുവിൻ. 5 വാക്യത്തിൽ പറയുക, അവന്റെ പ്രവർത്തികളെ നോക്കുവിൻ, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. അങ്ങനെ ആ വിവരണങ്ങളൊക്കെ കഴിഞ്ഞ് 9 വാക്യത്തിൽ പറയുക, അവൻ നമ്മുടെ കാലടികളെ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 10 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ അവിടുന്ന് ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. എങ്ങനെയാ? ആദ്യം 11 വാക്യത്തിൽ പറയുക, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, പുറത്തു വരാൻ പറ്റാത്ത നിലയിൽ ബൗണ്ടറിക്കുള്ളിലാക്കി. എനിക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് വെച്ചാൽ പോലും പറ്റാത്ത നിലയിൽ ദൈവം വലയ്ക്കകത്താക്കി. ആദ്യം. രണ്ടാമത്, വലയ്ക്കകത്തായെന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം കൂടെ അങ്ങ് വെച്ചു. ആര്? ദൈവം. വലയ്ക്കകത്താക്കി, മുതുകത്ത് ഭാരമുണ്ട്. എന്നിട്ട് പിന്നെ പറയുക, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിമാറാക്കി. അതും പോരാ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എന്റെ പ്രിയരെ, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇൻ എവ്രിതിങ് ഗോഡ് വർക്ക്സ്. ദോഷത്തിലും ദൈവമാണ് സർവാധികാരി. ഒരു ശക്തിയുമല്ല, ഒരു ദുഷ്ട പിശാചുമല്ല, ഒരു വരുത്തുപോക്കുമല്ല, ഒരു കൈവശമല്ല, ദൈവമാ സർവാധികാരി. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കോണം. ഒരു കൈവശമോ ഒരു വരുത്തുപോക്കോ ഒരു ദുഷ്ട പിശാചുമല്ല, ദൈവമാ സർവാധികാരി. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ 66 സങ്കീർത്തനം അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സമൃദ്ധിയിലും കഷ്ടതയുടെ നടുവിലും ദൈവമാ സർവാധികാരി. മനസ്സിലാക്കണം ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയരെ, ദൈവമാ സർവാധികാരി. ഹല്ലേലൂയ. രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് കാണാം. ആ വ്യക്തിയെ നമുക്ക് അല്പം ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇയ്യോബ്. സങ്കീർത്തന പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള പുസ്തകം, ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് നാം വായിക്കുന്ന എന്താ? 1-ാം അധ്യായം ഇയ്യോബിന്റെ അവന്റെ ദൈവഭക്തിയെ കുറിച്ചൊക്കെ പറയുക. 1-ാം അധ്യായം ഭക്തിയെക്കുറിച്ച് പറയുന്നു, ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ദോഷം വിട്ടാകുന്നവനും, ഭൗതിക സമ്പത്തുള്ളവനും, പുത്രസമ്പത്തുള്ളവനും, ആടുമാടുകള്, ഇതെല്ലാം നിലയിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവന്റെ ഭക്തിയുടെ ഒരു ഇല്ലുസ്ട്രേഷനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ജയിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളെ അയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. അവന്റെ ഭക്തിയുടെ ഒരു ഇല്ലുസ്ട്രേഷനാ. 6-ാമത്തെ വാക്യം മുതൽ കഷ്ടത സംഭവിക്കുക. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോൾ
പിശാച് ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇയ്യോബിന്റെ കാഴ്ചപ്പാട് കണ്ടോ പ്രിയരെ? 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവം സാത്താൻ, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം ഒന്നും കയ്യേറ്റം ചെയ്യരുത്. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നീ അവനെ തൊട്ടോ അവന്റെ പ്രാണനെ തൊടരുത്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പിശാചാ ചെയ്തത്. ഹല്ലേലൂയ. പിശാചിനെ ദൈവം അനുവദിച്ചു. എങ്ങനെയാ അനുവദിച്ചേ? അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഞാൻ പറഞ്ഞാലേ, ഈ കടിക്കുന്ന പട്ടിയില്ലേ, നല്ല കടിക്കുന്ന ബുൾഡോഗ്, നല്ല ശൗര്യമുള്ള നല്ല പട്ടി, ഈ പട്ടിയെ ഇങ്ങനെ കടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കുന്ന ഒരു പിക്ചർ ആ പിശാചിനെ കാണുമ്പോൾ. പക്ഷെ അതിന്റെ കഴുത്തിൽ ഒരു തൊടലുണ്ട്. ഈ തൊടലിട്ട് അതിന്റെ യജമാനൻ ഇങ്ങനെ പിടിച്ചിരിക്കുക. അതായത് നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ ഇതിന്റെ തൊടല് നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതി സ്തോത്രം അർപ്പിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ കയ്യിലാണ് ഇതിന്റെ തൊടൽ. thus far not further. ഇത്രേ ആകാം, ഇതിനപ്പുറത്തോട്ട് നോ. ഇത് ദൈവമാ പറയുന്ന പ്രിയരെ. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, എവരിതിങ് ഗോഡ് ഡിസൈൻസ്. പിശാച് ചെയ്തെന്ന് തോന്നും, മറ്റുള്ളവർ ചെയ്യുന്നു, പക്ഷെ ദൈവം അനുവദിക്കുന്ന, നിർണയിക്കുന്ന അത്രത്തോളം മാത്രം. പക്ഷെ ഇന്നത്തെ തിയോളജി എന്നാ? ഇന്നത്തെ തിയോളജി ക്യാൻസർ മാറാണ്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നപ്പോ എനിക്ക് ക്യാൻസർ പിടിച്ചു, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ ഇന്നത്തെ ഉള്ളത്. ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ എൻ്റെ എംപ്ലോയറിൽ കീഴിൽ വർക്ക് ചെയ്യുന്നേ, ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ അപ്പുറത്തെ സ്കൂളില് ഒരു വ്യക്തി വന്നിട്ട് എനിക്ക് 2 പൊട്ടിരിങ് വന്നിട്ട് 2-3 ചീത്തയും പറഞ്ഞ് എന്നെ തല്ലി താഴെ ഇട്ടിട്ട് അയാളങ്ങ് പോയി. ഹല്ലേലൂയ. എന്നിട്ട് എന്നെ ജോലിയിലാക്കിയിരിക്കുന്ന എംപ്ലോയറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബെറ്റർ ഐ ഗോ വിത്ത് ദാറ്റ് ഗൈ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൈവാത്മനിയോഗത്താൽ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്തവനാണ് എൻ്റെ ദൈവമെങ്കിൽ ആ ദൈവത്തെ പിന്നെ എന്തിനാ സേവിക്കുന്നേ? സിമ്പിൾ ലോജിക്. I should save him than this guy. Hallelujah. പിശാച് ചെയ്തെന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് ഇയ്യോബ് പറയുന്നത് എന്താ? 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഒരു പിശാചോ, ഒരു മന്ത്രവാദിയോ, ഒരു കൈവിഷമോ, ഒരു വരുത്തുപോക്കോ ഒന്നും അല്ല കേട്ടോ. ഇതൊന്നും അല്ല കൊണ്ടുപോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമാ സർവാധികാരിയായിട്ടിരിക്കുന്നത്. എൻ്റെ ദൈവം തന്നു, എൻ്റെ ദൈവം എടുത്തു. അല്ലാതെ വരുത്തുപോക്കൊന്നും അല്ല കൊണ്ടുപോയത്, മന്ത്രവാദിയൊന്നും അല്ല കൊണ്ടുപോയത്, കൈവശമൊന്നും അല്ല കൊണ്ടുപോയത്. എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന് മഹത്വം. ഇത് പറയാൻ നമുക്ക് സാധിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. ദൈവമാ ദ അൾട്ടിമേറ്റ്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സംഭവിക്കുന്നില്ല.
ഈ ഒരു ബോധ്യം ജീവനായിട്ടുള്ളിൽ വ്യാപരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും നടുവില് സമാധാനം, അതാ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. പ്രിയരെ, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഒരു പട്ടിണിക്കും പറ്റത്തില്ല, ഒരു നഗ്നതയ്ക്കും പറ്റില്ല, ഒരു ദാരിദ്ര്യം പറ്റില്ല, ഒരു വാളിനും പറ്റത്തില്ല, ഒരു ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പറ്റത്തില്ല. കാരണം അവനാ എന്നെ സ്നേഹിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന ദൈവം, മാറ്റമില്ലാത്ത ദൈവം, വിശ്വസ്തനായ ദൈവം, ഇത് തന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണെങ്കിൽ അതെന്റെ തിന്മയ്ക്കായിട്ടല്ല, എന്റെ നന്മയ്ക്കായിട്ടാണെന്ന് ബോധ്യം വേണം. പ്രിയരെ, ഈ ഒരു ബോധ്യമില്ലാതെ ഇരിക്കുമ്പോഴാ നമുക്ക് ജീവിതത്തിൽ ചാഞ്ചല്യം ഉണ്ടാവുന്നത്, വേദനയാൽ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, സമാധാനക്കേടുണ്ടാവും. ദൈവമല്ലേ സർവാധികാരി, ദൈവമല്ലേ പരമാധികാരി, അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ജീവിതത്തില്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നമുക്ക്. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ, നമ്മൾ ഇന്നത്തെ കുടിവരവ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ആഴമായിട്ട് നമുക്ക് ഇനിയും ചിന്തിക്കാനുണ്ട്. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. സകലത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ നല്ല കാലത്തും എൻ്റെ ദുഷ്ടകാലത്തും സകലത്തിലും ദൈവമാ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അറിവോ അനുവാദമോ ഇല്ലാതെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ഇന്ന് മടങ്ങിപ്പോകാം. ബലത്തോടെ ആയിരിക്കാം, ആത്മവിശ്വാസത്തോടെ ആയിരിക്കാം. എൻ്റെ ദൈവം എന്നെ കാക്കും, എൻ്റെ ദൈവം എന്നെ കരുതും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ആർപ്പോടെ ഉത്സാഹത്തോടെ മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം.